വളരെ അപൂർവമായിട്ടേ മിസ് ചെയ്യുള്ളൂ. പിന്നെ അവർ ചെയ്യുന്ന സർവീസ്, ആ മാല കെട്ടൽ, അവർക്ക് ആ അസുഖമുള്ള സമയത്തും അവർ മാല കെട്ടും. ആ മാല കെട്ടുന്ന ആ മാല കണ്ടാൽ അറിയാം, ഫുള്ളി അബ്സോർബ്ഡായിട്ട് കെട്ടുന്ന മാലയാണ്. ഞാൻ വേറെ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല, മാതാജിയെ മാത്രമേ മാല കെട്ടിൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. അതെ, മാതാജി മാലയും കൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് വഴക്ക് പറയാൻ. എനിക്കറിയാം അവരോട് അത് പറയാൻ പറ്റുമെന്ന്. വേറെ ആരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മാതാജിക്കാണെങ്കിൽ നല്ല രാധാറാണിക്ക് നല്ല കനത്തിൽ ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും മാല, നല്ല സോളിഡായിട്ട് ഇങ്ങനെ ഇരിക്കും മാല. അപ്പോൾ അവിടെ ആ കഴുത്തേൽ മാല ഇടുന്നവർക്കറിയാം എങ്ങനത്തെ മാലയാണ് കുറച്ച് സ്യൂട്ടായിട്ട് ഭംഗിയായിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ മാതാജിയോട് എത്ര പറഞ്ഞാലും മാതാജി നല്ല അടുക്കി നല്ല ഇതുപോലെ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് മാതാജി കേൾക്കുന്നില്ല, രക്ഷയില്ല. ഞാനൊരു ദിവസം മാലയും പിടിച്ച്, നിങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എന്നെ നന്നായിട്ട് ചീത്ത പറയും, നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ. ഞാൻ മാലയും പൊക്കി പിടിച്ച് അവരുടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞ വാചകം പറയാം. ഞാൻ മാതാജിയോട് പറഞ്ഞു, മാതാജി ഇതെന്താ ഇങ്ങനെ വാഴപ്പിണ്ടി പോലെ കെട്ടി വെച്ചേക്കുന്നു? നിങ്ങൾ ആരെങ്കിലും ആണെന്ന് എന്ത് ചെയ്യും? നിങ്ങളാണെന്നില്ല റിയാക്ട് ചെയ്യും. 90% ഓഫ് ഇവിടെ എല്ലാം ആരോടെങ്കിലുമൊക്കെ പറയും, ഞാൻ ഇത്രയും സർവീസ് ചെയ്യുന്നു, പ്രഭു വന്ന് ഇൻസൾട്ട് ചെയ്യാൻ ആദ്യത്താന്ന് പറഞ്ഞു. എനിക്കറിയാം പറയേണ്ടവരോട് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് അബദ്ധം പറ്റിയങ്ങനെ അങ്ങനെ അല്ലാതെ പറയുള്ളൂ. അല്ലാത്തവരോട് ഞാൻ പറയാറില്ല. കാരണം ആ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബെറ്റർ കീപ് ക്വയറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ. പിന്നെ ഡിസ്റ്റർബൻസ് വിത്തിൻ ലിമിറ്റാണ്, ഞാൻ പറയില്ല. ഇവരോട് എനിക്കറിയാം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാന്നറിയാം. നേരെ എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാജിയോട് ഇങ്ങനെയൊക്കെ കുറച്ച്. പക്ഷെ ആ മാല ആസ് ഇറ്റ് ഈസ് കണ്ടാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാരണം മാതാജി രാധാറാണിൻ്റെ കഴുത്തേലിട്ട് അറിയില്ലോ എങ്ങനെയാണ് അതെവിടെ പ്രശ്നമുണ്ടാവുന്നത്. അപ്പോൾ മാലയായിട്ട് പിടിച്ച് കണ്ടാൽ ആര് കെട്ടുന്ന മാലയെക്കാട്ടിലും സൗന്ദര്യമുള്ള മാലയാണ്. പക്ഷെ അത് ഡയറ്റിക്ക് കുറച്ച് സ്യൂട്ടാവുകയും കൂടെ വേണം. ഇതാണ് ഞാൻ ഈ പറയുന്ന പോയിന്റ് മാതാജിയോട് എടുത്തത്. അപ്പം ഞാനീ പറഞ്ഞു വന്നത് അവരുടെ അബ്സോർപ്ഷൻ. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും,